ഐ ലീഗ് രണ്ടാം പാദ മത്സരത്തിൽ ഗോകുലം കേരള FC ഇന്ന് ഷില്ലോങ് ലജോങ് FCയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. ലീഗിൽ 4-ാം സ്ഥാനത്തുള്ള ഗോകുലത്തിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട്. അഭിജിത്ത്, ഇന്നത്തെ മത്സരം നിർണായകമായ മത്സരം, അത് ഹോം ഗ്രൗണ്ടിലാണ്. അവിടുത്തെ ഒരു അഡ്വാൻറ്റേജിൽ ആ മത്സരം വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ ടീമിന്? തീർച്ചയായും ഗോകുൽ, അത്തരത്തിലൊരു വിജയപ്രതീക്ഷയുമായാണ് ഗോകുലം ഇന്ന് കളത്തിലിറങ്ങുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോടേക്ക് വീണ്ടും ഐ ലീഗ് മത്സരങ്ങൾ എത്തുന്നത്. ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ്, അത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോകുലം കേരള FCക്ക് അത് വളരെ നിർണായകമായ ഒരു ശക്തി കൂടിയാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഗോകുലം ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർകാശിയെ പരാജയപ്പെടുത്തിയിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഗോകുലം ഹോം ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ഇന്ന് ഷില്ലോങ് ലജോങ് FCയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് ഗോകുലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ ഷില്ലോങ് ലജോങ് FCയോട് ഗോകുലം പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും ഇന്നത്തെ മത്സരത്തിൽ ഗോകുലം പ്രകടിപ്പിക്കില്ല. കാരണം നിർണായകമായ മത്സരമാണ്. ഇന്നത്തെ മത്സരം വിജയിച്ച് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് കുതിക്കുക എന്ന് തന്നെയാണ് ഗോകുലത്തിന്റെ പ്രതീക്ഷ. ഒട്ടേറെ വിദേശ താരങ്ങളെ ഈ രണ്ടാം പാദ മത്സരത്തിൽ ഗോകുലം ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ കോച്ച് ഇക്കാര്യത്തിൽ പറയുന്നത് തങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. ലീഗിലെ ടോപ്പ് സ്കോററായ ക്യാപ്റ്റൻ അലക്സാഞ്ചസിന്റെ ഫോം തന്നെയാണ്, ആ ഫോമിൽ തന്നെയാണ് ഗോകുലം നിലവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഹോം ഗ്രൗണ്ടിലേക്ക് മത്സരം എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി മത്സരം വിജയിക്കുക എന്നത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്ന് ഗോകുലം കളത്തിലിറങ്ങുക. ഏതാനും മിനിറ്റുകൾക്കകം മത്സരം ആരംഭിക്കും. 7 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗോകുൽ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ജയം അനിവാര്യമായ മത്സരമാണ് ഇന്നത്തേത്. ഗോകുലം കേരള ഷില്ലോങ് ലജോങ്ങിനെയാണ് നേരിടുന്നത്.